സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് 10 വർഷമായി. അയാൾ എന്നിൽ നിന്ന് ധാരാളം പണം കടം വാങ്ങിയിരുന്നു. ഈ സ്കൂൾ 5 വർഷത്തേക്ക് എന്റെ പക്കൽ പണയപ്പെടുത്തിയിരുന്നു. 10 വർഷമായി. അതിനനുസരിച്ച് ഇപ്പോൾ ഈ സ്കൂൾ ഇനി എന്റേതാ. പ്രധാൻജി പ്രധാൻജി അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു പോലുമില്ല. താങ്കൾ ഈ സ്കൂൾ നമ്മളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അമ്മയും മകളും എന്ത് ചെയ്യും? ഞങ്ങൾ ഈ സ്കൂളിൽ തന്നെയാണ് താമസിക്കുന്നത്. സ്കൂളിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഈ സ്കൂൾ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ തൂത്തുവാരുവാനുള്ള ജോലി ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യവും തരാം. അത് വിടൂ അമ്മേ. ഇതുപോലുള്ള അത്യാഗ്രഹികളുടെ വാക്ക് കേട്ടാൽ നമ്മളും അവരെ പോലെയാകും. ഇപ്പോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല, അതിനു മുന്നേ നിന്റെ നാവ് ചലിക്കാൻ തുടങ്ങിയോ? ഈ ഗ്രാമത്തിലെ വലിയ ആണുങ്ങൾ പോലും എന്റെ മുന്നിൽ സംസാരിക്കില്ല. നീ ഇതുവരെ സ്ത്രീയെ ശരിയായി തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ത്രീകൾ വളരെ ദുർബലരും നിസ്സഹായരുമാണ് എന്നല്ലേ നീ കരുതുന്നത്? അത് ചരിത്രത്തിൽ നമ്മളെക്കുറിച്ച് ഭീരുക്കളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം ഈ സ്കൂൾ അടിച്ചു വാരാൻ പോലും നീ കൊതിക്കും. എന്നാൽ നിനക്ക് ഞാൻ ആ ജോലി പോലും നൽകില്ല. വരൂ അമ്മേ. നേഹ തന്റെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. പാവപ്പെട്ട രണ്ടുപേരും കാൽനടയായി അലഞ്ഞു തിരിയാൻ തുടങ്ങി. മോളെ, ഇത്ര വലിയ കാര്യങ്ങൾ പ്രധാൻജിയോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അയാൾ ഒരു നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനല്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഒരു ദിവസം ഞാൻ മുഴുവൻ ഗ്രാമത്തെയും പ്രധാനിൽ നിന്ന് മോചിപ്പിക്കും. അതിനുശേഷം എന്റെ പിതാവിനെയും കണ്ടുപിടിക്കും. എന്നാൽ നേഹെ, നമ്മൾ എവിടെ താമസിക്കും? രാത്രിയാകാൻ പോകുന്നു. റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ? അമ്മേ, ഞാൻ മുഴുവൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ കാടിനുള്ളിലേക്ക് പോയി അവിടെ കൂടാരം കെട്ടി താമസിക്കാം. നേഹ തന്റെ അമ്മയും കൊണ്ട് കാട്ടിനുള്ളിലേക്ക് പോയി. രണ്ടുപേരും തടിക്കഷ്ണങ്ങളും പഴയ സാരികളും കൊണ്ടൊരു നല്ല ടെന്റ് ഉണ്ടാക്കി. പിന്നീട് അവൾ മണ്ണുകൊണ്ടൊരടുപ്പുമുണ്ടാക്കി. വൈകുന്നേരം നേഹ നദിയിൽ നിന്ന് കുറച്ച് മീനുകളെ പിടിച്ചുകൊണ്ടുവന്നു. അതേ അടുപ്പിൽ ആഹാരമുണ്ടാക്കി. ആഹാരമെല്ലാം കഴിച്ച് അവർ കൂടാരത്തിനുള്ളിൽ വിശ്രമിച്ചു. അമ്മേ, ഞാൻ ഓൺലൈനായി കുട്ടികളെ പഠിപ്പിച്ചിരുന്നില്ലേ? ഇനി ഞാൻ ഇവിടെ ഇരുന്നും കുട്ടികളെ അതുപോലെ പഠിപ്പിച്ചു തുടങ്ങാം. ഈ കാട്ടിലാകുമ്പോൾ നിനക്ക് സമാധാനമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. അടുത്ത ദിവസം നേഹ മൊബൈലിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനിടയിൽ നേഹ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എന്റെ സ്റ്റുഡൻസ് മാത്രമല്ല, എന്റെ ഒരു സൈന്യം കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ കാട്ടിലാണ് താമസിക്കുന്നത്. എല്ലായിടത്തും പച്ചപ്പും സമാധാനവും. ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. എന്തെന്നാൽ ഞാൻ ഇനി ഈ കാട്ടിൽ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കും. ഏതൊക്കെ കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കാൻ ഫീസ് ഇല്ലാത്തത്? അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഭാവനഗർ കാട്ടിലേക്ക് വരാം. അവരെ ഞാൻ ഫ്രീ ആയി പഠിപ്പിക്കും. മാഡം, ഇത് വളരെ നല്ലൊരു ആശയമാണ്. എന്റെ വീട്ടിനടുത്ത് ഒരു കൂട്ടം യാചകരുണ്ട്. അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ കയ്യിൽ കൊടുക്കാൻ ഫീസ് ഇല്ല. ഞാൻ എല്ലാരെയും കൂട്ടി നാളെ വരാം. ശരി സാവിത്രി, നാളെ നീ അവരെ കൊണ്ടുവരൂ. ഞാൻ കാത്തിരിക്കാം. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഔറംഗസീബിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. കുട്ടികളെ പഠിപ്പിച്ചതിനു ശേഷം നേഹ തടികൾ കൊണ്ടൊരു ബോർഡ് ഉണ്ടാക്കി. എന്നിട്ട് അടുപ്പിൽ കുറച്ച് തടിക്കഷ്ണങ്ങൾ കത്തിച്ച് അതിന്റെ കറുത്ത ചാരം കൊണ്ട് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കി. രാവിലെ ആയപ്പോഴേക്കും അത് ഉണങ്ങി. പുറത്തുപോയി അവൾ ചോക്കും കൊണ്ടുവന്നു. മോളെ, കൂടാരത്തിന് പുറത്തൊരു ക്ലാസ് മുറി തന്നെ ഉണ്ടാക്കി. എല്ലായിടവും നന്നായി വൃത്തിയാക്കി. ഇനി ഈ ബ്ലാക്ക് ബോർഡ് വളരെയധികം ഭംഗിയുള്ളതാണ്, നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് പോലെ. അമ്മേ, ഞാൻ പ്രിൻസിപ്പലിന്റെ മോളാണ്. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമാണ്. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ സ്റ്റുഡന്റ് സാവിത്രി ഒരുപാട് പാവപ്പെട്ട കുട്ടികളുമായി അവിടേക്ക് വന്നു. നേഹ ആ കുട്ടികളെ എല്ലാ ദിവസവും സൗജന്യമായി പഠിപ്പിക്കുവാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന സമയം അവൾ മൊബൈലിൽ ലൈവ് ആയിരുന്നു. നേഹ കാട്ടിനുള്ളിൽ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്നു എന്ന കാര്യം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ രാജ്യത്തുടനീളം വ്യാപിച്ചു. കോടിക്കണക്കിന് വ്യൂസ് വന്നതുകൊണ്ട് അവൾ നല്ലൊരു തുക സമ്പാദിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ കാട്ടിൽ വളരെ വലിയൊരു ബിസിനസ്സുകാരൻ വന്നു. നേഹാജി, നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങൾക്കൊരു വീടോ സ്കൂളോ ഇല്ല, എന്നിട്ടും നിങ്ങൾ ഇത്രയും അധികം കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്നു. ഞാൻ താങ്കളോടൊപ്പം ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും എന്റെ ഭാഗത്തു നിന്നായിരിക്കും. അതിന്റെ പ്രയോജനം നമുക്ക് രണ്ടുപേർക്കും ലഭിക്കും. മിസ്റ്റർ ആദിത്യ, നിങ്ങൾക്ക് ഇതുവരെ എന്നെക്കുറിച്ച് അറിയില്ല. എന്റെ അച്ഛന് വളരെ വലിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു. നേഹ തന്റെ മുഴുവൻ കഥയും ആദിത്യനോട് പറഞ്ഞു. അതിനുശേഷം നേഹയും ആദിത്യയും ചേർന്ന് ആ പ്രധാനെതിരെ ഒരു പ്ലാൻ തയ്യാറാക്കി. അടുത്ത ദിവസം ആദിത്യ പ്രധാൻജിയുടെ മാളികയിലേക്ക് എത്തി. അയാളുടെ കൂടെ സെക്യൂരിറ്റിയും ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. താങ്കൾ വലിയ ആളാണെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾ ആരാണെന്ന് പറയുമോ? നോക്കൂ, ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് താങ്കളുടെ പെർമിഷനും ഭൂമിയും വേണം. മാനേജർ, ഇദ്ദേഹത്തിന് 2 കോടി രൂപ നൽകി പെർമിഷൻ ലെറ്ററിൽ സിഗ്നേച്ചർ വാങ്ങിക്കേ. 2 കോടി രൂപ കണ്ടപ്പോൾ പ്രധാനിന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. അയാൾ നോക്കുക പോലും ചെയ്യാതെ പേപ്പറിൽ സൈൻ ചെയ്തു. അടുത്ത ദിവസം ആദിത്യ നേഹയോടൊപ്പം സ്കൂളിലെത്തി. മുനീമും പ്രധാനും അവിടെയുണ്ടായിരുന്നു. പ്രധാൻ, ഇന്ന് ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടുന്നു. നിങ്ങൾക്കത് ഇതിനകം അറിയാം. മിണ്ടാതെ ഈ ഗ്രാമത്തിൽ പുറത്തേക്ക് പോകൂ. ഇപ്പോൾ ഈ സ്കൂള് എന്റെ പേരിലായി കഴിഞ്ഞു. നിങ്ങളുടെ മുഴുവൻ വയലും നിങ്ങളുടെ മാളികയും എല്ലാം എന്റെ പേരിലായി കഴിഞ്ഞു. ഇത് നോക്ക്, ഈ പേപ്പറുകൾ നിങ്ങളല്ലേ സൈൻ ചെയ്തത്? അതിനർത്ഥം നിങ്ങൾ എന്നെ ചതിച്ചു എന്നല്ലേ? ചതിയനോട് ചതിയല്ലാതെ ആരതി ഒഴിയുമോ? പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കോ.
അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെയും മിലിറ്ററിയെയും എല്ലാം വിളിക്കും. നിവൃത്തിയില്ലാതെ പ്രധാന് ആ ഗ്രാമം വിട്ടു പോകേണ്ടി വന്നു. അയാളുടെ മാളികയും വയലും സ്കൂളും എല്ലാം നേഹയുടെ പേരിലായി കഴിഞ്ഞിരുന്നു. പതിയെ പതിയെ രാത്രിയായി. നേഹയും അവളുടെ അമ്മയും ആദിത്യനും സ്കൂളിൽ എൻ്റർ ചെയ്ത ഉടൻ പെട്ടെന്ന് അവിടെ ഒരു ശക്തമായ മഞ്ഞ വെളിച്ചം വന്നു. അതിനാൽ സ്കൂൾ മുഴുവൻ സ്വർണമായി മാറി. സ്കൂളിലെ എല്ലാ ബെഞ്ചുകളും വെള്ളിയായി മാറി. ഇതെന്ത് അത്ഭുതമാണ്! മുഴുവൻ സ്കൂളും സ്വർണവും വെള്ളിയുമായി മാറി. അപ്പോഴേക്കും അവിടെ നേഹയുടെ പിതാവിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. മമത, നേഹ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തതിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രിൻസിപ്പൽ എന്നെ തട്ടിക്കൊണ്ടുപോയി ഈ സ്കൂളിലെ ജയിൽ മുറിയിൽ പൂട്ടിയിട്ടു. നിങ്ങളിൽ നിന്ന് ഈ സ്കൂൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വയം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ഈ ലോകം വിട്ടുപോയി. എന്നാൽ ഇപ്പോൾ എനിക്ക് ശാന്തി കിട്ടി. ഇത്തരത്തിൽ താങ്കൾക്ക് നമ്മെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. പപ്പ ഭഗവാനോട് പറഞ്ഞ് താങ്കൾ തിരിച്ചു വരൂ. ഇതെല്ലാം ഞാൻ അങ്ങയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മോളെ, ഞാൻ ഭഗവാനോട് ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹം എന്റെ വാക്കുകൾ കേട്ടില്ല. അതിനു പകരമായി ഭഗവാൻ നമ്മുടെ സ്കൂളിനെ സ്വർണവും വെള്ളിയുമാക്കി മാറ്റി. ഇനി ഈ സ്കൂൾ കാണുവാൻ വേണ്ടി വിദേശത്ത് നിന്നും ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകളെത്തും. സ്കൂൾ കാണുന്നതിന് വേണ്ടി നിനക്ക് ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചാർജ് ചെയ്യാം. നീ ബിസിനസ് മൈൻഡാണ്. ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. നേഹ തന്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ആദിത്യ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്കൂളിനടുത്ത് തന്റെ പുതിയൊരു സ്കൂൾ തുറന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലിയ ബിസിനസ്മാനൊക്കെ ആയി. പക്ഷേ എനിക്ക് വേറെ ആരുമില്ല. എനിക്കും സ്വന്തമായ ഒരു കുടുംബം വേണം. എനിക്ക് തോന്നുന്നത് നിന്നേക്കാൾ നല്ല പെൺകുട്ടി എനിക്ക് വേറെ ലഭിക്കില്ല എന്നാണ്. എന്താ, എന്നെ വിവാഹം കഴിക്കുമോ? ആദിത്യ, എനിക്ക് നിങ്ങളുടെ നേച്ചറും ബിഹേവിയറും വളരെ ഇഷ്ടമാണ്. എന്നാൽ താങ്കൾ എന്റെ അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങിക്കണം. അമ്മ എല്ലാം കേട്ടു. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് ഞാൻ എപ്പോഴേ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ജോഡി സൂപ്പറാണ്. നാളെ തന്നെ പണ്ഡിറ്റിനെ വിളിച്ച് തീയതി കുറിക്കാം. അടുത്ത ദിവസം തന്നെ മമത പണ്ഡിറ്റ്ജിയെ വിളിച്ചു. പണ്ഡിറ്റ്ജി രണ്ടുപേരുടെയും ജാതകം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വളരെ മുന്നേ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ 10 മാസം വരെ വേറെ ഒരു മുഹൂർത്തവും ഇല്ല. താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. നമ്മൾ മറ്റന്നാൾ തന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നേഹ ആദിത്യയെ വിവാഹം കഴിച്ച് ആ ഗ്രാമത്തിൽ തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി.